ഹായ് ഗായ്സ്, റാഡോമിസിലോട്ട് സ്വാഗതം. ആം ഷ്യാം. സോ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കുഞ്ഞു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. തണ്ണിമത്തൻ, അതായത് തണ്ണിമത്തൻ, കുമ്മട്ടിക്ക, വത്തക്ക എന്നൊക്കെ പലയിടത്തും പറയാറുണ്ട്. സോ അത് വെച്ചുള്ള ഒരു ഐസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ചൂട് കൂടിയ സമയമാണ്. കൊച്ചു പിള്ളേരൊക്കെ ഐസ് എന്ന് പറഞ്ഞ് കരയുന്ന സമയമാണ്. ലോക്ക്ഡൗൺ ആയ കാരണം നമുക്ക് പുറത്തു പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. സോ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. സോ നമ്മളിതാ തണ്ണിമത്തനും പിന്നെ കുറച്ച് പഞ്ചസാര, ഇത് മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ തണ്ണിമത്തനും കുറച്ച് പഞ്ചസാരയും, മുഴുവനായിട്ടൊന്നും വേണ്ട, കുറച്ച് പഞ്ചസാര മതി. സോ നമ്മളിത് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഐസിന് വേണ്ടി തണ്ണിമത്തൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മുറിച്ച് കൊടുക്കാം. ഏകദേശം തണ്ണിമത്തൻ്റെ ഒരു ഭാഗം ഇതിനായിട്ട് എടുത്താൽ മതി. സോ നമുക്കിത് മുറിച്ച് കൊടുക്കാം. മുറിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് മിക്സിയിലിട്ടിട്ട് അടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ചെറിയ പീസാക്കി വേണ്ടി മുറിക്കുകയാണ്. ഓക്കെ, മുറിച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ കുരു ചെറുതായിട്ട് കളഞ്ഞു കൊടുക്കണം. സോ അതൊന്ന് കളഞ്ഞു കൊടുക്കുക. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കുരു പാടില്ല. എന്നിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. അരിയുന്നത് മിക്സിയിലിട്ട് അടിക്കാനുള്ള എളുപ്പത്തിനാണ്. ഓക്കെ, നമ്മുടെ തണ്ണിമത്തൻ ഏകദേശം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സിയിലിടാൻ പാകത്തിന്. സോ നമുക്കിനി മിക്സിയിലോട്ട് ഇടാം. സോ നമ്മൾ അതിനായിട്ടുള്ള മിക്സി റെഡിയാണ്. സോ നമുക്കിനി ഇത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. സോ നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാൻ പോകണം. അപ്പോൾ ഇതിലേക്ക് മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുമ്പട്ടിക്ക് തന്നെ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തണ്ണിമത്തന് തന്നെ വെള്ളം ഉണ്ടായിരിക്കും. സോ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ മിക്സിയിലിട്ട് ഏകദേശം അടിച്ച് വെള്ളപ്പരുവാക്കിയിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കപ്പോൾ ചെറുതായിട്ട് അരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൽ കുരുവിൻ്റെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. ഇതിൻ്റെ കഷ്ണം എന്തായാലും ഒഴിവാക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ജ്യൂസ് അടിച്ച് അതൊരു അരിച്ചിട്ടൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഏകദേശം റെഡിയാണ്. ഇനി നമുക്ക് വേണ്ടതൊരു ഐസ് മോൾഡാണ്. സോ ഇതിലാണ് നമ്മൾ ഐസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതില്ലാത്തവർ ഗ്ലാസ് യൂസ് ചെയ്താലും മതി. ഈ മോൾഡ് വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ പിന്നെ ഇതാണ് നല്ലത്. ഓക്കെ, നമുക്കിനി ഇതിലോട്ട് നമ്മൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഫുള്ളായിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് പിന്നെ വേണ്ട സ്റ്റിക്കാണ്. ഇത് ഐസിൽ ഇങ്ങനെ കുത്തി ഇറക്കി വെക്കാനുള്ളതാണ്, കൊള്ളി എന്നൊക്കെ പറയും. സോ നമ്മളിത് ഇവിടെ ഉണ്ടാക്കിയതാണ്. നമുക്ക് ഈ മോൾഡ് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നുണ്ട്. അത് വേണ്ടവർക്ക് അത് വെക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയൊക്കെ ചെയ്തേക്കുന്നത്. സോ നമ്മൾ ഈ സ്റ്റിക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ശരിക്കും ഐസിൽ സ്റ്റിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ഫോയിൽ പേപ്പറാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഐസ് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണം. സോ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ കത്തി കൊണ്ട് കറക്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക നമ്മളെ കോല് വെക്കാൻ വേണ്ടിയിട്ട്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് കൊണ്ട് ഫ്രീസറിൽ വെക്കണം. ഏകദേശം 8-10 മണിക്കൂറുകളോളം വെക്കണം, എന്നാലേ കറക്റ്റ് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ, കറക്റ്റ് ഐസായിട്ട് അതിൽ നിൽക്കത്തുള്ളൂ. നമുക്കിനി ഇത് ഫ്രീസറിലോട്ട് കൊണ്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐസ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം 10 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഐസ്. നമുക്കിത് ഇനി ഊരിയെടുക്കേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ ചെറുതായിട്ട് ഒരു ഡബറയിൽ വെള്ളം എടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് ഏകദേശം ഒരു 10-30 സെക്കൻഡ് കുത്തി വെച്ചാൽ മതി. ഏകദേശം അടിയിൽ വെള്ളം പിടിക്കുമ്പോൾ അത് നല്ല കൂളായിട്ട് ഊരിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്, ഊരിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഓരോന്നായിട്ട് ഊരിയെടുത്തിട്ട് ഓക്കെ, ഏകദേശം ഐസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. പാകത്തിന് മധുരമേ ഉള്ളൂ. നിങ്ങൾ മധുരം ഇടുന്നതിനനുസരിച്ച് ഇരിക്കും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, നമ്മുടെ ഐസ് ഏകദേശം വിജയകരമായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കണം, ഒരു 8-10 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചാലേ കറക്റ്റ് ഐസായി കിട്ടത്തുള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. സോ ദിസ് സൈനിങ് ഓഫ് ശ്യാം.